നമ്മളിപ്പം കുറച്ച് നാളുകളായിട്ട് ഹെയർ ഡേയുടെ വീഡിയോസുകളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ നമ്മുടെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹെയർ ഡേയുടെ വീഡിയോസുകൾ കണ്ട് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടവർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പുതിയ രീതിയിലൊരു ഹെയർ ഡേ നമ്മൾ കാണിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഏകദേശം ഒരു 1.5 മാസം വരെ ലോങ് ലാസ്റ്റിങ്ങുമായിരുന്നു ആ ഒരു കറുപ്പ് കളറ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഹെയർ ഡേയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഇലകളൊക്കെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തേക്കുന്ന ഇല പനിക്കൂർക്കയുടെ ഇലയാണ്. ഒരു 10ഓളം ഇല എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇല തണ്ടോട് കൂടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പനിക്കൂർക്കയുടെ ഇല നമുക്ക് എല്ലാവർക്കും അറിയാം, മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജലദോഷമോ നീർവീക്കമോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടി അളവിന് മൈലാഞ്ചിയുടെ ഇലയാണ്. എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു കൈപ്പിടി അളവിന് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി പൊടിയും പ്രാണികളും ഒന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. ഈ ഒരു ഹെയർ ഡേ നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല കേട്ടോ, മുടിയുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ നല്ല സമൃദ്ധമായിട്ട് വളരാനേ, മുടി കറുപ്പിക്കാനേ, താരൻ്റെ ശല്യമുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡേ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തു വെച്ചിരുന്ന ഇലകളെല്ലാം അതിൽ നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ മൈലാഞ്ചിയിലേക്ക് ഉണ്ടല്ലോ, അത് തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഹെയർ ഡേകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയാറുണ്ട്. പക്ഷേ ചിലർക്കൊന്നും അത് സക്സസ് ആവാറില്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു ഹെയർ ഡേയിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെന്ന പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇലകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ചിലർക്കൊക്കെ നെറ്റിയുടെ സൈഡിൽ കുറച്ച് മുടികളൊക്കെ മാത്രമേ വെളുത്തിട്ടുണ്ടാവൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ ഡേ നല്ലതാണ് കേട്ടോ. ഏകദേശം 1 മാസത്തോളം ആ ഒരു ഹെയർ ഡേ ലോങ് ലാസ്റ്റിങ്ങുമാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ പൊടികളൊന്നും നമുക്ക് വേണ്ട, വെള്ളം മാത്രമായിട്ടാണ് വേണ്ടത്. ആ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം നമ്മൾ ഹെയർ ഡൈ ആയാലും ഹെയർ ഓയിൽ ആയാലും തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നല്ലൊരു ഹെയർ സിറമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ആഴ്ചയിൽ 1-2 പ്രാവശ്യം. ഇപ്പം നമ്മളെടുത്ത ഇലകളൊക്കെ കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് ഈ ഒരു രീതിയിൽ അരിച്ചിട്ട് നമ്മൾ മുടിയിലൊക്കെ തേച്ച് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് സാധാരണ പോലെ വെള്ളത്തിൽ കഴുകിക്കളയുവാണെങ്കിൽ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ ഉള്ളില്ലാത്ത മുടിയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളർന്നു കിട്ടും. ഇപ്പം നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റൗവിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടായി വന്നതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസുകൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ തിളച്ച് ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെല്ലിക്കയുടെ പൊടിയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെല്ലിക്ക പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെന്ന പൗഡറും ചേർത്ത് കൊടുക്കുന്നുവെന്ന്. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളമാണ് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പൗഡറുകളെല്ലാം ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ വാങ്ങിയ പൊടിയുടെയൊക്കെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാൻ കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലാംബരിയാണ്. ഏകദേശം നല്ലപോലെ 1 ടേബിൾ സ്പൂൺ നീലാംബരിയുടെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെന്ന പൗഡർ ആദ്യം അപ്ലൈ ചെയ്ത് അടുത്ത ദിവസമാണ് കേട്ടോ നീലാംബരി നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ നമ്മൾ ചൂടാക്കി എടുക്കുമ്പം 2 പൊടികളും ഒരേ സമയം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാത്താ പൗഡറാണ്. അത് നമുക്ക് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യാം. കാത്താ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഹെയർ ഡേ അപ്ലൈ ചെയ്യുമ്പം മുടിയിൽ ആ ഒരു ഡൈ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പൊടി കുറച്ച് സ്റ്റിക്കി ആയിട്ട് പശപ്പശപ്പുള്ളൊരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡൈയുടെ കളറ് മുടിയിൽ നല്ലപോലെ പറ്റിപ്പിടിക്കുക മാത്രമല്ല കുറേ നാളത്തേക്ക് ഏകദേശം 1 മാസം വരെ ആ ഒരു കളർ നമ്മുടെ മുടിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു 4 പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഹെയർ ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്.
ഈ ഒരു രീതിയിൽ നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുമ്പം ഹെയർ ഡൈ നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യും കേട്ടോ. മാത്രമല്ല നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. കെമിക്കൽ ഡൈകളൊക്കെ ചേർത്തിട്ട് ഒരുപാട് സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹെയർ ഡൈ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഏകദേശം ഇപ്പോൾ നമ്മുടെ ഒരു ഹെയർ ഡൈ കറക്റ്റ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ഒരു ഹെയർ ഡൈ സെറ്റ് ആകാനായിട്ട് ഞാൻ ഏകദേശം ഒരു 8 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ വൈകുന്നേരം ഹെയർ ഡൈ തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ആ ഒരു ഹെയർ ഡൈ സെറ്റായിട്ട് കിട്ടും. അടുത്ത ദിവസത്തെ നമ്മുടെ ഹെയർ ഡൈ ആനായിട്ട് ഇപ്പം കാണിക്കുന്നത് നല്ലപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറ് തന്നെ നമ്മുടെ മുടിക്കും കിട്ടും. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മുടിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുടിക്ക് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് പാടില്ല. നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്ക് വേണം കേട്ടോ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ കഴുകിക്കളയാവൂ. ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. നമുക്കുള്ള താളി ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ചെമ്പരത്തിയുടെ താളിയൊക്കെ ഉപയോഗിച്ചിട്ട് മുടി കഴുകി എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കി മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.